ഷെഫ് സജിത്ത് യെസ്. അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കോവളം ലീലയിൽ. അതെ അതെ. മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഞാനിവിടെ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഗസ്റ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ ഗസ്റ്റായി. അത് തന്നെ ഒരു ഭയങ്കര അനുഭവമാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മളൊരു ഗസ്റ്റായിട്ട് വരുന്നത് പറഞ്ഞാൽ ഏതൊരു ആൾക്കാരും നല്ലൊരു ഫീലിങ്സും നല്ലൊരു അനുഭവം തന്നെയാണത്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി റൺ ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ. അപ്പൊ നമ്മളുടെ കുറെ സ്റ്റുഡൻസ് UK നമ്മൾ പോകുന്നുണ്ട്. അപ്പം അതിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, പിന്നെ മുമ്പ് കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിൽ, ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ഒരുപാട് സ്റ്റുഡൻസ് കലിനറി കോഴ്സുകൾ സ്പെസിഫൈ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സിൽ തന്നെ കലിനറി കോഴ്സുകൾ വരുന്നുണ്ട്. പക്ഷെ സ്പെസിഫിക്കലി നമ്മളടുത്ത് ചോദിച്ചിട്ട് കലിനറി ആർട്സ് എന്ന് പറയുന്ന കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ അത് ചൂസ് ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വിട്ടിട്ട് ഒരു ഷെഫ് എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലെയൊക്കെ കാണുന്നുണ്ട്. അതെ അതെ. ഒരു വ്യത്യാസമാണ്, ഒരു ഡിഫറൻസ് ആണ് തോന്നുന്നത് ഇപ്പൊ കറന്റ്. കാരണം ഡിഫറൻസ് ഒന്നുമില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആസ് എ ഷെഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു. ഷെഫ് എന്ന് പറയില്ല, അതായത് കുക്ക് എന്ന രീതിയിലായിരുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എപ്പോഴും. അപ്പൊ ഇവൻ ഞാൻ തന്നെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിച്ചു, നീ കഞ്ഞിയും പയറും വെക്കാൻ പോവാണോ? അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ കറക്റ്റ് ഒരു പ്രൊഫഷണലിസമായി. കാരണം